വയനാട് ഫണ്ട് പിരിച്ച് കോൺഗ്രസ് പുട്ടടിച്ചിട്ട് അതിനെ സംബന്ധിച്ച് ഭൂമി എവിടെ, പണം എവിടെ എന്ന ചോദ്യങ്ങൾ വരുമ്പോൾ സർക്കാർ പിരിച്ച 700 കോടി എന്ത് ചെയ്തു എന്നൊരു ചോദ്യം എടുത്ത് മുന്നിലിട്ട് രക്ഷപ്പെട്ടു പോകുന്ന കാഴ്ച നിങ്ങൾ കണ്ടിട്ടുണ്ടല്ലോ. വയനാട് മാതൃകാ വീട് ഈ അടുത്ത കാലത്ത് ഉദ്ഘാടനം ചെയ്ത് അല്ലെങ്കിൽ നിർമ്മാണം പൂർത്തീകരിച്ച് ജനങ്ങളുടെ മുന്നിൽ അത് തുറന്നുകൊടുത്ത് അവരുടെ അഭിപ്രായം ആ ദുരന്തത്തിൽപ്പെട്ട മനുഷ്യരുടെ അഭിപ്രായങ്ങൾ കേട്ട് അതിൽ മാറ്റം വരുത്തി പുതിയ രീതിയിൽ തന്നെ നിർമ്മാണങ്ങൾ നടത്തി വരികയാണ്. ആ നിർമ്മാണത്തിന്റെ വേഗതയെ സംബന്ധിച്ച് മാധ്യമങ്ങൾ പടിയിറങ്ങിപ്പോയെങ്കിലും നിങ്ങൾ അറിയേണ്ടതുണ്ട്. കാര്യം, ജനങ്ങളിൽ നിന്ന് ഫണ്ട് പിരിവെടുക്കുക, അതും ഒരു ദുരന്തത്തിൽപ്പെട്ട ജനങ്ങളുടെ, അവർക്ക് എത്രയും പെട്ടെന്ന് സഹായം എത്തിച്ചു കൊടുക്കുക എന്ന ലക്ഷ്യത്തോടു കൂടി സർക്കാരിന്റെ എൽസ്റ്റൺ എസ്റ്റേറ്റിലെ ആ വീട് നിർമ്മാണത്തിന്റെ വേഗത നിങ്ങൾ കൂടി അറിയേണ്ടിയിരിക്കുന്നു. കാര്യം, 1 വർഷവും 3 മാസവുമായിട്ട് സ്വതന്ത്രമായി ഫണ്ട് പിരിച്ചെടുത്തവർ സർക്കാരിന്റെ കൊടുത്താൽ ഒന്നും നടക്കില്ല, ഞങ്ങളുടെ കയ്യിൽ കൊടുത്ത കോടിക്കണക്കിന് രൂപ എങ്ങനെയാണ് മുക്കിക്കൊണ്ട് പോകുന്നതെന്ന് ഞങ്ങൾ കാണിച്ചു തരാം. എന്നിട്ട് സ്ഥലം എവിടെയെന്ന് ചോദിക്കുമ്പോൾ ടി സിദ്ദിഖിനെ പോലുള്ളവർ ചോദ്യത്തിന് മുന്നിൽ ഗോഷ്ഠിയും കാണിച്ച് ഇളിച്ചിരിക്കുന്ന സന്ദർഭത്തിൽ ഈ ദൃശ്യം അങ്ങോട്ട് കണ്ടേ. എങ്ങനെയാണ് അവിടെ വീടുകളുടെ നിർമ്മാണം പൂർത്തീകരിക്കുന്നത്? അതുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും സർക്കാർ അലംഭാവമോ വീഴ്ചയോ വരുത്തുന്നുണ്ടെന്ന് നിങ്ങൾ തന്നെ ആ ദൃശ്യം കണ്ട് വിലയിരുത്തും. ഒരുപക്ഷെ ഈ സ്ഥലം നിങ്ങൾക്ക് എല്ലാവർക്കും പരിചിതമുണ്ടാവും. നമ്മളുടെ ടൗൺഷിപ്പാണ്. മുണ്ടക്കൈ ചൂരൽമല മഹാദുരന്തത്തിന് ഇരയായി ആ ദുരന്തത്തെ അതിജീവിച്ചവർക്ക് വേണ്ടി സർക്കാർ നിർമ്മിക്കുന്ന ടൗൺഷിപ്പാണ്. കൽപ്പറ്റ ബൈപ്പാസിനടുത്ത് എൽസ്റ്റൺ എസ്റ്റേറ്റിന് സമീപം. അവിടെ വീടുകളുടെ നിർമ്മാണം യുദ്ധകാലാടിസ്ഥാനത്തിലാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. ഊരാളുങ്കൽ ലേബർ കോൺട്രാക്ട് സൊസൈറ്റിയുടെ നേതൃത്വത്തിൽ കൂടുതൽ യന്ത്ര സാമഗ്രികൾ എത്തിച്ച്, നിർമ്മാണ സാമഗ്രികൾ എത്തിച്ച് അവിടെ ജോലികളെല്ലാം പുരോഗമിക്കുകയാണ്. മാതൃകാ വീട് ഉൾപ്പെടെ 10 വീട് ഇതുവരെ വാർത്തു കഴിഞ്ഞു. 331 വീടിന് നിലമൊരുക്കി കഴിഞ്ഞു. 300 എണ്ണത്തിന് അടിത്തറ ഒരുക്കാൻ കുഴിയെടുത്ത് മണ്ണ് പരിശോധന പൂർത്തിയാക്കി. 231 വീടിന് അടിത്തറയായിട്ടുണ്ട്. 30 വീടിന് പില്ലർ വാർത്തു കഴിഞ്ഞു. കർശന ഗുണനിലവാര പരിശോധനയോട് കൂടിയിട്ടാണ് വയനാട് ടൗൺഷിപ്പിന്റെ നിർമ്മാണം ഓരോ ഘട്ടത്തിലും നടക്കുന്നത്.